നമസ്കാരം. നമസ്കാരം. കെ മഹേഷിൻ്റെ ആത്മഹത്യ നമുക്കറിയാം. 2020 ജൂൺ 24-നാണ് ഈ ആത്മഹത്യ നടക്കുന്നത്. ഇന്നിപ്പോൾ 2026 ജൂണായി. ഏകദേശം ഇനി ജൂൺ 24-ലോട്ട് കുറച്ച് ദിവസങ്ങളുള്ളൂ. അതെത്തുമ്പോൾ ഏകദേശം 6 വർഷമായി. 6 വർഷം നീതി കിട്ടാത്തൊരു കേസാണ് ഈ പറയപ്പെട്ട കെ മഹേഷിൻ്റെ ആത്മഹത്യ. അത് നോക്കുമ്പോൾ പ്രധാനപ്പെട്ട പ്രതി മറ്റാരുമല്ല, ഇന്നത്തെ തലമുതിർന്ന സമുദായ നേതാവ് വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് അതിൽ ഒന്നാം പ്രതി. അദ്ദേഹം ആത്മഹത്യ ചെയ്യുമ്പോൾ ആ റൂമിൽ എഴുതി വെച്ച ഒരു ഇതിൽ അദ്ദേഹം കൃത്യമായി ഒറ്റ പേപ്പറിൽ ഇതിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്ന് ഈ പറഞ്ഞ പോലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം വിശാലമായ കത്തെഴുതിയിട്ടുണ്ട്, ഇതിൻ്റെ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം 32 പേജുള്ള ഒരു ആത്മഹത്യാക്കുറിപ്പ് അദ്ദേഹം മുമ്പേ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് രണ്ടാമത്തെ കാര്യം. പിന്നെ ആത്മഹത്യ ചെയ്യുമ്പോൾ അതേ റൂമിൽ നിന്ന് കിട്ടിയ ഒരു പേജിലൊരു ആത്മഹത്യാക്കുറിപ്പും. അങ്ങനെ താൻ എന്തുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുന്നു, അതിനുണ്ടായ എല്ലാ കാരണങ്ങളും, മൈക്രോ ഫിനാൻസിൽ തട്ടിപ്പ് കാരണം, തന്നെ എങ്ങനെ അതിൽ മിസ്യൂസ് ചെയ്തു എന്നുള്ള കാരണം, ഇതെല്ലാം അദ്ദേഹം അതിൽ കൃത്യമായി പറഞ്ഞിട്ടും നീണ്ട 6 വർഷം ആ കുടുംബത്തിനൊരു നീതി കിട്ടിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പി ദിവ്യയുടെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാലും ADM നവീൻ ബാബുവിൻ്റെ വിഷയത്തിൽ എങ്ങനെയാണ് പി ദിവ്യ CPM സംരക്ഷിച്ചതെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അതേ പി ദിവ്യയുടെ കേസിൽ ഇന്നിപ്പോൾ കോൺഗ്രസ് അധികാരത്തിലേറുമ്പം അത് CBIയിലോട്ട് വിട്ടുകൊടുക്കുന്നു. ആ കുടുംബത്തിൻ്റെ അപേക്ഷ അങ്ങനെയായിരുന്നു, അത് അവർ സ്വീകരിക്കുന്നു. ഇതേ കാര്യം വരുമ്പോൾ കെ മഹേഷിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് എന്ത് സ്വീകരിക്കും എന്നുള്ള നിലപാടുണ്ട്. കാരണം VM സുധീരൻ ഈ വിഷയം ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല VD സതീശനെ മുഖ്യമന്ത്രി നേരിട്ട് പോയി കാണുന്നു, കുടുംബത്തിന് നീതി വേണമെന്ന് പറയുന്നു. ഈ കേസുമായിട്ട് VM സുധീരൻ മുമ്പോട്ട് പോകുന്നു. എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഈ കുടുംബത്തിന് നീതി കിട്ടുമോ, അതോ ഈ പറഞ്ഞ പോലെ SNDPയുടെ അധികാരത്തിന് മുമ്പ് നമുക്കറിയാം എല്ലാ പാർട്ടിക്കാരും നിൽക്കുന്നത് അവരുടെ വോട്ട് ബാങ്ക് തളർത്തണ്ട എന്നുള്ള രീതിയിലാണ്. അപ്പം വെള്ളാപ്പള്ളി നടേശന എന്താ പറയുക, പരിധി കടന്നുകൊണ്ട് കോൺഗ്രസ് ഈ വിഷയം ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകും? വെള്ളാപ്പള്ളി നടേശനെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹമുള്ള നേതാക്കന്മാർ എല്ലാ പാർട്ടിയിലുമുണ്ട്. മുൻപൊരു ചർച്ചയെ നമ്മൾ തന്നെ സംസാരിച്ചെന്ന് എനിക്ക് തോന്നുന്നു. വെള്ളാപ്പള്ളി നടേശന് കൊടുത്തിരിക്കുന്ന അസൈൻമെൻറ്റ് കേരളത്തിൽ ഹൈന്ദവ സമുദായത്തിലെ ഏറ്റവും പ്രമുഖരായ ഈഴവ സമുദായത്തെ BJPയുടെ ചെയ്തിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. BJPക്ക് ആ സപ്പോർട്ട് കിട്ടുന്നില്ലെങ്കിൽ കേരളത്തിൽ വളരാനേ സാധിക്കില്ല. കാരണം ബഹുഭൂരിപക്ഷം വരുന്ന മിലിറ്റൻ്റ് ആയിട്ടുള്ള ഹിന്ദു വിഭാഗം നിൽക്കുന്നത് SNDPയിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇത് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് SNDP സംഘടനയുടെ അംഗമായതുകൊണ്ട് മാത്രം വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈഴവ വിഭാഗം കേൾക്കുമെന്ന് പറഞ്ഞാൽ ആ അന്ധമായ ധാരണയുടെ പുറത്തല്ല, തെറ്റായ ധാരണയുടെ പുറത്താണ് വെള്ളാപ്പള്ളി നടേശനെ ഇങ്ങനെ അപ്പീസ് ചെയ്യുന്നത്. ഇവിടെ ഈ കൊലക്കേസ് ആത്മഹത്യ എന്നും പറയും. മഹേഷിൻ്റെ മരണം അത് പല തലത്തിൽ പല പ്രാവശ്യം ചർച്ച ചെയ്യപ്പെട്ടതാണ്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നൊരു പ്രത്യേകത, ശക്തൻ്റെ മുമ്പിൽ വരുമ്പോൾ നിയമം, സുപ്രീം കോടതി ജഡ്ജി മേശപ്പുറത്ത് അടിക്കുന്ന നീതിയുടെ ഓരോ അടികളും ശക്തൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ആ അടി വളരെ ദുർബലമായി പോവുകയാണ്, അവിടെ അല്ലെങ്കിൽ നിന്ന് പോവുകയാണ്, അല്ലെ ചുറ്റിക ഒടിഞ്ഞു പോവുകയാണ്. എന്തേ അങ്ങനെ സംഭവിക്കുന്നത്? ഇപ്പോൾ ലാബിലിംഗ് കേസ് തൊട്ട് കേരളത്തിലെ കേസുകൾ മാത്രം പറഞ്ഞാൽ കേന്ദ്രത്തിലെ വേറെ ഇഷ്ടം പോലെ പറയാൻ എന്ത് സംഭവിക്കുന്നത്? ഇപ്പോൾ കരൂന്നൂർ കേസ് വീണ്ടും ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല കേസുകളും. ഇത് കൊലക്കേസാണ്. കൊലക്കേസ് എന്ന് പറഞ്ഞാൽ ആത്മഹത്യ പ്രേരണ ചെലുത്തിയോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. ആത്മഹത്യ ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയാണ് ഈ മനുഷ്യന്. കാരണം സാമ്പത്തികമായി അതുപോലെ ആ യൂണിയനിൽ ശാഖയിൽ ക്രമക്കേട് നടക്കുകയും അത് ജനങ്ങളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി ഇങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇത് പരിഹരിക്കാനും ബാധ്യതപ്പെട്ട വെള്ളാപ്പള്ളി നടേശനാണ്. വെള്ളാപ്പള്ളി നടേശൻ അതിന് പകരം ഇത് അന്വേഷിച്ച് ശരിക്കും വന്നാൽ ഈ ശാഖയിലെ മാത്രമല്ല SNDP യോഗത്തിൻ്റെ മറ്റ് പല ശാഖകളുടെയും സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയാൽ അവസാനം എത്തി നിൽക്കുന്നത് താനായിരിക്കുമോ എന്ന സംശയം വെള്ളാപ്പള്ളിക്കുണ്ടായി. യാതൊരുവിധ അന്വേഷണവുമില്ല. വെള്ളാപ്പള്ളി അതിനെ വളരെ പുച്ഛമായിട്ട് കണ്ടു. ഇനി രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ്റെ കേസ് സമുദായ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കാൻ പറ്റുമോ? വെള്ളാപ്പള്ളിക്കെതിരായ നടപടികളെ രാഷ്ട്രീയ പ്രേരിതമെന്നോ അല്ല UDFൻ്റെ നിര്യാതന ബുദ്ധി എന്നൊക്കെ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈഴവരെ ഇല്ലാതാക്കാനുള്ള മറ്റ് സവർണ വിഭാഗത്തിൻ്റെ മുസ്ലിം ലീഗ്, ക്രിസ്ത്യൻസ്, നായരെ ഉൾപ്പെട്ട വിഭാഗത്തിൻ്റെ UDF വിഭാഗത്തിൻ്റെ ശ്രമമാണ് വെള്ളാപ്പള്ളിക്കെതിരായിട്ട് നടത്താൻ ശ്രമിക്കുന്നത്. ഈ നരേഷൻ ഇവിടെ കൊടുക്കാൻ നോക്കും. ഒരു വർഗീയത അല്ലെ സമുദായികമായ നരേഷൻ അവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമുദായികമായ നരേഷൻ കൊടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെടാവുന്നൊരു കണക്കുകൂട്ടൽ വെള്ളാപ്പള്ളിക്കുണ്ട്. അതിനാണ് അപ്പോൾ അവിടെ ഇന്ന് ഈ 8-ാം തീയതി ഒന്നും കറക്റ്റ് ഡേറ്റ് എനിക്കറിയില്ല. അടുത്ത് തന്നെ എറണാകുളത്തെ യൂണിയനുകൾ, പ്രബലമായ യൂണിയനുകളുണ്ട് എറണാകുളത്ത്. കടന്നൂർ, എറണാകുളത്ത് അല്ലേപ്പോൾ ഇപ്പുറം വരുന്ന സ്ഥലമാണ്.
വൈപ്പിൻ. അപ്പോൾ ഇങ്ങനെയുള്ള SNDP യൂണിയനുകൾ എല്ലാം കൂടെ ചേർന്ന് വെള്ളാപ്പള്ളി നടേശന് ഒരു പൗരസ്വീകരണം കൊടുക്കാൻ പോകുന്നു. ആ പൗരസ്വീകരണത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളിയുടെ പുറകിൽ ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് യോഗം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ സ്വീകരണത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ പോലും എറണാകുളം കേന്ദ്രീകരിച്ച് ഒരു പ്രതിഷേധ പ്രകടനമായി അത് മാറ്റുക എന്നുള്ളതാണ്. ആ പ്രതിഷേധ പ്രകടനം എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളിയുടെ ഇപ്പോൾ പിണറായി വിജയനെ സംരക്ഷിക്കാനായിട്ട്, വീണ വിജയനെ സംരക്ഷിക്കാനായിട്ട് എങ്ങനെ CPMൻ്റെ അണികൾ വന്നോ, അല്ലെ ED ഉദ്യോഗസ്ഥന്മാരെ തടയാൻ നോക്കിയോ, അതുപോലെ വേണ്ടി വന്നാൽ ഞങ്ങളും തടയും എന്നൊരു മുന്നറിയിപ്പ് സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും കൊടുക്കാൻ കൂടിയാണ് ഇതിൻ്റെ ഉദ്ദേശം. അതിനാണ് ഈ ഹൈന്ദവ സ്പിരിറ്റ് മാക്സിമം ഉണർത്താൻ വേണ്ടിയാണ് തുടർച്ചയായി ഇദ്ദേഹം ഇസ്ലാം വിരോധം പറയുന്നത്. അതാണ് കണക്കാക്കുന്നത്. ഇപ്പം ഇതിലിപ്പം VM സുധീരൻ്റെ ഒരു താല്പര്യം എന്തായിരിക്കും? ഇപ്പോൾ നമുക്കറിയാം VM സുധീരനായി സാധനമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് വരുന്നത്. VM സുധീരന് മുമ്പോട്ട് വരാൻ പല കാരണങ്ങളുണ്ട്. എങ്കിൽ പോലും VM സുധീരനെതിരായ നിലപാട് വെള്ളാപ്പള്ളി എടുത്തതിൻ്റെ പേരിൽ VM സുധീരന് കാര്യമായ തകരാറൊന്നും പറ്റിയിട്ടില്ല. തോൽപ്പിക്കാൻ നോക്കി ഒരു ഡെമ്മിയെ നിർത്തി തോൽപ്പിച്ചു എന്നുള്ളതാണ്. വേറെ നിർത്തിയത് അവരനെ നിർത്തി തോൽപ്പിച്ചു, അങ്ങനെ സുധീരനെ തോക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ സുധീരൻ്റെ നീതിബോധത്തെ ആരും ചോദ്യം ചെയ്യില്ല. സുധീരൻ ഒരാളെ കാണുന്ന വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടി അല്ല ഒരു ആവശ്യത്തിൽ ഇടപെടുന്നത്. വെള്ളാപ്പള്ളിക്കെതിരായി ഇടപെടണം, ഈ കേസിൽ ഇടപെടണം എന്ന് പറഞ്ഞ് മഹേഷിൻ്റെ ഭാര്യ സുധീർ ഇങ്ങനെ സമീപിക്കുകയും അതിൽ മെറിറ്റ് ഉണ്ടെന്ന് തോന്നി. 6 വർഷമായിട്ടൊരു അന്വേഷണം നിൽക്കാതെ വ്യക്തമായ ആത്മഹത്യാക്കുറിപ്പുകൾ ഉള്ളപ്പം ഈ കേസ് അവിടെ നിന്നുപോയി. അതെന്ത്, ആ കേസ് എങ്ങനെ നിന്നു എന്ന് അറിയണമെന്നും അന്വേഷിക്കണമെന്നും VM സുധീരൻ ആവശ്യപ്പെടുന്നു. VM സുധീരൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ധാർമ്മിക ശക്തിയുടെ നാവാണ്. ആ നാവിൻ്റെ ശബ്ദത്തെ, ആ നാവിൽ നിന്ന് പുറപ്പെടുന്ന ആവശ്യങ്ങളെ മറികടക്കാൻ ഇപ്പം തൽക്കാലം കേരളത്തിൽ അതിനെപ്പറ്റിയ കോൺഗ്രസ് നേതാക്കളില്ല. ഇദ്ദേഹം ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, സർക്കാർ സംവിധാനം ഉപയോഗിച്ച് എന്നെ പരമാവധി ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അതിൻ്റെ പരമാവധി ഞാൻ പിടിച്ചു നിൽക്കും, എന്നിട്ടും പറ്റിയില്ലെങ്കിൽ ഞാൻ എന്താ പറയുക രക്തസാക്ഷിയാകുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ചെന്ന് നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നതിന് അപ്പുറമായിരിക്കും അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ടാകും 32 പേജുള്ളതിൽ. എന്നിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ SNDP ഓഫീസിൽ വെച്ചിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് SNDP എന്താ പറയുക SNDPക്ക് മൊത്തമായിട്ട് നല്ല ഒരു തിരിച്ചടി തന്നെയല്ലേ? അല്ല, SNDPക്ക് എല്ലാ ഇതിലെ പ്രശ്നം സാമ്പത്തിക തട്ടിപ്പ് എല്ലാ സംഘടനകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, ഫുട്ബോൾ അസോസിയേഷനല്ല, എല്ലാ സംഘടനകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സമുദായ സംഘടനകൾക്ക് മാത്രമുള്ള പ്രത്യേകത, ഇത് ഫുട്ബോൾ ക്ലബ്ബായിരുന്നു ചിലപ്പോൾ പെട്ടെന്ന് പിടിച്ചോണ്ട് പോയത്, വേറെ ഏതെങ്കിലും ക്ലബ്ബായിരുന്നെങ്കിൽ പിടിച്ചോണ്ട് പോയത്, കള്ള് ഷാപ്പായിരുന്നെ പിടിച്ചോണ്ട് പോയത്, ബാറായിരുന്നെ പിടിച്ചോണ്ട് പോയത്, ബാറിലൊരു ജീവനക്കാരനാണ് ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന കേസ് നടന്നേനെ. ഇവിടെ ഇവരുടെ രാഷ്ട്രീയക്കാരുണ്ടാക്കിയിരിക്കുന്ന കുറേ മീഡിയ പേഴ്സൺസോട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നരേറ്റീവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നരേറ്റീവ് സമുദായ ഇപ്പോൾ സുകുമാരൻ നായർ വിചാരിച്ച നായന്മാരുടെ വോട്ട്, കുറേ ബിഷപ്പ്മാർ വിചാരിച്ചാൽ ക്രിസ്ത്യാനികളുടെ വോട്ട്, മുസ്ലിംസിന് അങ്ങനെ ഒരു കാന്തപുരമൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സ്വാധീനിക്കാൻ പറ്റും എന്നാൽ ആ സ്വാധീനത്തിന് രാഷ്ട്രീയ കക്ഷികൾ വഴങ്ങിക്കൊടുക്കുന്നില്ല എന്ന് വ്യക്തമായി പറയാൻ ഉള്ള അവസരം കൂടിയാണിത്. ഇതിനകത്ത് വേറെ വലിയ ഗുരുതരമായൊരു കോൺട്രഡിക്ഷൻ UDF വരും. UDF പരസ്പര വിരുദ്ധമായ നിലപാടെടുക്കേണ്ടി വരും. എപ്പോഴാണെന്ന് പറഞ്ഞാൽ PP ദിവ്യയുടെ കേസിൽ അവരുടെ കുടുംബത്തിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ആത്മഹത്യാക്കുറിപ്പില്ലെങ്കിൽ പോലും സാഹചര്യ തെളിവ് വെച്ച് തന്നെ ആ കേസ് CBIക്ക് വിടാൻ ആര് തീരുമാനിക്കുന്നു? UDF തീരുമാനിക്കുന്നത്, സതീശനാ തീരുമാനിക്കുന്നത്. അതിനേക്കാൾ കുറെ കൂടെ ഗൗരവവും വ്യക്തമായ തെളിവുകളുമായി വെള്ളാപ്പള്ളി നടേശനായ കേസ് വരുമ്പോൾ എന്ത് സ്വീകരിക്കും? കാരണം 2 തട്ടിലായി നിൽക്കാൻ ചാൻസ് ഉണ്ട്. അല്ല, ഗവൺമെൻറ് നിലപാടെടുക്കണ്ടേ? ഒരു യൂണിഫോം നിലപാടുണ്ട്. നിലപാടുകളുടെ രാജകുമാരനാണ് സതീശൻ. അവിടെ നവീൻ ബാബുവിൻ്റെ കേസിൽ ഒരു നിലപാടും വെള്ളാപ്പള്ളി നടേശൻ്റെ കേസിൽ മറ്റു നിലപാടെടുക്കാൻ പറ്റുമോ? പരസ്പരം വിരുദ്ധമാകാൻ പറ്റുമോ? അല്ല, ഇതിലിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം സതീശൻ പൂർണ്ണമായിട്ട് വെള്ളാപ്പള്ളിക്കെതിരെ നിലപാടെടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പുറത്ത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഈ പറഞ്ഞ പോലെ ഇലക്ഷന് ജയിച്ചിട്ടടക്കം വെള്ളാപ്പള്ളിയെ പോയി കാണുന്നത്. അപ്പോൾ UDFിനുള്ളിൽ തന്നെ ഇത് 2 തട്ടുണ്ട്. ഒരു വിഭാഗം വെള്ളാപ്പള്ളി അന്ധമായി വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അംഗീകരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു വിഭാഗം, മറുവശത്ത് വെള്ളാപ്പള്ളിയെ അതിരൂക്ഷമായി വിമർശിക്കുന്ന മറ്റൊരു വിഭാഗം. ഇതിൻ്റെ നടുക്ക് നിൽക്കുമ്പോൾ ഈ കേസ് എങ്ങും എത്താണ്ടായി പോകും. അല്ല, ഇതിൻ്റെ അകത്ത് സമുദായ അംഗങ്ങളെ സംഘടിപ്പിക്കുമ്പോൾ ബോധമുള്ള സമുദായ അംഗങ്ങളെ കൊണ്ട് അത് രാഷ്ട്രീയ നേതൃത്വം അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇവരുടെ ഡിമാൻഡ് ശരിക്കും വേണ്ടത് ഇതിപ്പോൾ രാഷ്ട്രീയ പാർട്ടിക്കും ബാധകമാണ്. ഈ കേസ് എത്രയും പെട്ടെന്ന് അന്വേഷിക്കണം. ഞങ്ങളുടെ നേതാവിനെ അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയെ കള്ളക്കേസിൽ കൊടുക്കരുത്, വെള്ളാപ്പള്ളി നിരപരാധിയാണ്. എത്രയും പെട്ടെന്ന് ഈ കേസ് അന്വേഷിച്ച് സത്യം പുറത്തു കൊണ്ടുവരണം. സത്യം വെള്ളാപ്പള്ളിയുടെ ഭാഗത്താണെങ്കിൽ ഈ സംഘങ്ങളെ മുഴുവൻ SNDP യോഗത്തിൻ്റെ എല്ലാ കാര്യം എവിടെ നിലനിർത്താം? വെള്ളാപ്പള്ളിയുടെ കേസ് അന്വേഷിച്ച് വെള്ളാപ്പള്ളി നിരപരാധിയാണെന്ന്
ഉറപ്പായിട്ടും അന്വേഷിച്ച് കോടതി വെറുതെ വിട്ടാൽ പോരെ, അല്ലെ പോലീസ് വെറുതെ വിട്ടാൽ പോരെ. അതല്ലേ കുറേ നല്ലത്. അന്വേഷണത്തെ പേടിക്കേണ്ട ആവശ്യമില്ല. എന്തിനാ പേടിക്കുന്നത്? ഇപ്പൊ ലാവലിൻ കേസ് കോടതി, സുപ്രീം കോടതി മൂവ് ചെയ്യേണ്ട കേസ് പെട്ടെന്ന് നടത്തണം എന്ന് പറഞ്ഞ് മൂവ് ചെയ്യേണ്ട പിണറായി വിജയനാണ്. അയാൾ നിരപരാധിയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ. ഇല്ലെങ്കിലോ അവിടെ പ്രശ്നം വെച്ചാൽ ഇവര് നിരപരാധികളല്ല, വേറെ കളർ പറഞ്ഞ് വേറെ ആവശ്യങ്ങൾ പറഞ്ഞ് സമുദായത്തെ കൂടെ നിർത്താനാണ് ശ്രമിക്കുന്നത്. അത് എത്ര നേരം വിജയിക്കും? അതിന് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, അതിന്റെ ഗട്ട്സ് കാണിക്കണം, എങ്കിൽ മാത്രമേ അത് നേരെ പോകൂ. അതുമാത്രമല്ല, അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ക്രൈംബ്രാഞ്ച് അദ്ദേഹത്തെ ഒരു ദിവസം തന്നെ ഒരു വട്ടം ആലപ്പുഴയിലോട്ട്, ഒരു ദിവസം ആത്മഹത്യ ചെയ്യുന്നതിന്റെ തലേ ദിവസം ആലപ്പുഴയിലോട്ട് വിളിക്കുന്നു. അതേ ദിവസം തന്നെ ആലപ്പുഴയിൽ നിന്ന് കഴിഞ്ഞ് വീട്ടിലോട്ട് എത്തുമ്പോൾ അതേ ദിവസം തന്നെ പത്തനംതിട്ടയിലോട്ടും ക്രൈംബ്രാഞ്ച് അദ്ദേഹത്തെ വിളിക്കുന്നു. അപ്പം ഇത് അദ്ദേഹത്തിന്റെ ടാർഗറ്റ്, ഒരു തരത്തിലും സൗകര്യം കൊടുക്കുന്നില്ല എന്നുള്ള തരത്തിലോട്ട് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആത്മഹത്യയിലോട്ട് അദ്ദേഹം. സൗകര്യം കൊടുക്കാത്തല്ല, ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകളിലോ ഒന്നും ആർക്കെങ്കിലും പോലീസിന് കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റിലോ നാട്ടുകാരോട് പറയുന്നില്ലോ അതിൻ്റെ അകത്ത് വെള്ളാപ്പള്ളി നടേശന്റെ പേര് പറയാൻ പാടില്ല, അതേ ഉള്ളൂ. മറ്റാരുടെങ്കിലും പേര് പറഞ്ഞു, വെള്ളാപ്പള്ളി നടേശന്റെ പേര് പറഞ്ഞ് ഈ കേസിലേക്ക് വലിച്ചഴക്കരുത്, അതായിരുന്നു ഡിമാൻഡ്. വെള്ളാപ്പള്ളിയുടെ പേര് ഇയാൾക്ക് നിലനിൽക്കണമെങ്കിൽ വെള്ളാപ്പള്ളിയുടെ പേര് പറഞ്ഞേ പറ്റൂ, അല്ലെ ആ കേസിൽ കുരുങ്ങുകയാണ്. ജീവിതകാലം മുഴുവൻ ഇയാൾക്ക് രക്ഷപ്പെടാൻ പറ്റുക, അത് ഇയാൾക്കറിയാം. വക്കീലന്മാരോട് ചോദിച്ചു യഥാർത്ഥ പ്രതിയെ ചൂണ്ടിക്കാണിച്ച് കൊടുക്കുക എന്നുള്ള ജോലി മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ. അതിന് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ, പിണറായി വിജയൻ്റെ പോലീസ് സംവിധാനങ്ങൾ പറഞ്ഞത്. നാളെ സതീശൻ്റെ പോലീസ് സംവിധാനം, അല്ലെ രമേശൻ്റെ പോലീസ് സംവിധാനം അങ്ങനെയാണോ പറയാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതായത് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ അദ്ദേഹം അതിന്റെ കോർഡിനേറ്റർ മാത്രമാണ് ഈ മൈക്രോ ഫിനാൻസിന്റെ. അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് ഇല്ല, എക്സിക്യൂട്ടീവ് പവർ ഇല്ല. അപ്പം ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ അക്കൗണ്ട് ഇല്ല, പൈസ ഇടപാട് ഇദ്ദേഹത്തിന് എന്താ പറയുക യാതൊരുവിധ ടച്ചും ഇല്ല. എന്നിട്ടും ഇദ്ദേഹത്തെ ബലിയാടാക്കി അച്യുതാനന്ദൻ, എനിക്കൊന്നു VS അച്യുതാനന്ദനാണ് ഈ കേസ് ആദ്യമായിട്ട് കൊടുക്കുന്നത് തോന്നുന്നു. അച്യുതാനന്ദന്റെ കേസിലാണ് ഈ കേസ് പിന്നീട് നടപടിയാവുന്നതും മുമ്പോട്ട് വരുന്നതും. അപ്പം രാഷ്ട്രീയ പാർട്ടിക്കാർ കൃത്യമായ പിന്തുണ ഇതിലുണ്ട് എന്നുള്ള അദ്ദേഹം അന്നേ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇതിൻ്റെ ഒപ്പം കൂട്ടി വെച്ച് പറയേണ്ട മറ്റൊരു കാര്യം, ഇത് പറയാണ്ട് പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അദ്ദേഹത്തിന്റെ റൂമിൽ ആത്മഹത്യാക്കുറിപ്പ് എഴുതിയപ്പം ആ ആത്മഹത്യാക്കുറിപ്പിൽ ഒറ്റ വാചകം, അവസാനത്തെ ഒരു വരി മാത്രമേ ഞാനിവിടെ വായിക്കുന്നു. എൻ്റെ ജീവൻ ഈ വെള്ളാപ്പള്ളി നടേശൻ, എൻ്റെ ജീവൻ ഞാൻ ബലി കൊടുക്കുന്നു. അതിന് വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ഒരുപാട് നേതാക്കന്മാരെ കൊണ്ട് ഒരുപാട് ആൾക്കാർ ഇത്തരത്തിലുള്ള പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ജീവിതം ഇവിടെ സമർപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ കത്ത് അവസാനിപ്പിക്കുന്നത്. അപ്പം എത്രത്തോളം വികാരഭരിതമായിട്ടാണ് അദ്ദേഹം ജീവിതത്തിൻ്റെ അവസാനം പോലും ഇത് എഴുതി വെച്ചതെന്നുള്ളത് മാത്രമല്ല, 32 പേജിലുള്ള അവസാനത്തിൽ അദ്ദേഹം തുടക്കത്തിലൊക്കെ ഭയങ്കര വെള്ളാപ്പള്ളി ഒരു ഇൻട്രൊഡക്ഷൻ തന്നെയുണ്ട്, ഒരു വിശാലമായ ഇൻട്രൊഡക്ഷൻ തന്നെ ഉണ്ടായില്ല. അതിൽ വെള്ളാപ്പള്ളി അദ്ദേഹം എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത്, ദൈവതുല്യനായിട്ടും എന്താ പറയുക അച്ഛനായിട്ടൊക്കെ കാണുന്നത് അദ്ദേഹം ഭയങ്കര വിശാലമായി പറയുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ. അത്തരത്തിൽ വിശ്വസിച്ച ഒരാളാണ് ഇത്തരത്തിൽ എന്താ പറയുക തനിക്കെതിരെ കേസ് വരുമ്പോൾ തൻ്റെ ഏറ്റവും ഒറ്റ സുഹൃത്തിന് അല്ലെങ്കിൽ മിത്രത്തിന് ബലി കൊടുക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഇതിൻ്റെ ഒപ്പം കൂട്ടി വെക്കേണ്ടതാണ്. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിനും എല്ലാ നേതൃത്വത്തിനും, രാഷ്ട്രീയ നേതൃത്വത്തിന് പ്രത്യേകിച്ചും, വെള്ളാപ്പള്ളി നടേശനെ ഒരു തട്ടിലും SNDP യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഇതുപോലത്തെ രക്തസാക്ഷികളെ വേറൊരു തട്ടിലും വെച്ചാൽ ഇവരെല്ലാം വെള്ളാപ്പള്ളി നടേശൻ്റെ കൂടി നിൽക്കുള്ളൂ. കാരണം വെള്ളാപ്പള്ളി നടേശൻ്റെ കയ്യിൽ വോട്ടുണ്ടെന്നാണ് വിചാരം. മാത്രമല്ല ഇലക്ഷൻ സമയത്ത് അത്യാവശ്യം സാമ്പത്തികമായിട്ട് സഹായിക്കാം. ഇപ്പോൾ കൊല്ലത്ത് ബിന്ദു കൃഷ്ണൻ സഹായിച്ചെന്ന് പറയുന്നു. ബിന്ദു കൃഷ്ണൻ മന്ത്രിയായപ്പോഴേ ഓടിയെത്തി ആരുടെ അടുത്ത ഷാളുമായിട്ട് ഓടിയെത്തി വെള്ളാപ്പള്ളി. അതുകൊണ്ട് ബിന്ദു കൃഷ്ണയ്ക്ക് ഇതെല്ലാം ഇപ്പോഴത്തെ ജനം, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സാമുദായികമായ ജനങ്ങൾ വോട്ട് ചെയ്ത കാര്യത്തിൽ, സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച കാര്യത്തിൽ ഒത്തിരി അഭ്യാസങ്ങൾ നടന്നു, അത് ഗ്രൂപ്പ് കളിയുടെ ഭാഗമാണ്. പക്ഷേ ജനങ്ങൾ വോട്ട് ചെയ്ത കാര്യത്തിൽ, ഏറ്റവും പ്രബലന്മാരായ ജനങ്ങൾ വോട്ട് ചെയ്ത കാര്യത്തിൽ ഈ സാമുദായിക പരിഗണനകൾ നോക്കാത്തൊരു ഇലക്ഷനായത്. ഇവിടുന്ന് വേണമെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തെ മുമ്പോട്ട് കൊണ്ടുപോകാം. അതിനു പകരം പഴയ ചെളിക്കുണ്ടിലേക്ക് തന്നെ വലിച്ചിടാനാണ് ഈ നേതാക്കന്മാരൊക്കെ കൂടെ തീരുമാനിക്കുന്നതെങ്കിൽ അപ്പോഴാണ് പാറ്റ പോലുള്ള സംഘടനകൾ കേരളത്തിലും ചിലപ്പോൾ വളർന്നു വരും എന്നാണ് ഞാൻ പറയും.